ഹലോ ബിഗ് ബോസ്. അക്ബർ, അപ്പാനി, രന, ജിസൈൽ. നല്ല ചീപ്പ് ഗെയിം കളിക്കുന്ന 3 പേര്. അക്ബർ പാട്ടുകാരനാണെന്നും പറഞ്ഞ് പാരഡി ഉണ്ടാക്കി എല്ലാ ആൾക്കാരെയും അപമാനിക്കാം എന്ന വല്ല ഉദ്ദേശമുണ്ടോ അക്ബറെ? അല്ല, കുറച്ച് ദിവസമായിട്ട് അതാ കാണുന്നേ. അവൻ പാരഡി ഉണ്ടാക്കുന്നു, എന്നിട്ട് അപമാനിക്കുന്നു. പാട്ടിൻ്റെ രൂപത്തിലാണ് ഇപ്പം അവൻ്റെ അപമാനം. അല്ല, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടേ മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ റിയാക്ഷൻ ആയിരിക്കും ഇതല്ലേ പാരഡി. ഉളുപ്പുണ്ടോ നിനക്ക് പാട്ടിനെ ഇങ്ങനെ അപമാനിക്കാൻ? നീ എന്തൊക്കെയാ ഈ പാരഡി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നേ? അല്ല, അറിയാൻ വരാൻ ചോദിക്കുന്നതാ. നീ എന്തൊക്കെയാ പാടുന്നേ? പാടി പാടി അനുമോളുടെ പിറകെ നടന്ന് അങ്ങ് ചൊറിയേ. വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല. സ്വന്തമായിട്ട് ഒരു ഗെയിമും ഇല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലങ്ങനെ നടക്കുക. അതാണ് അക്ബർ ചെയ്യുന്നത്. പിന്നെ അപ്പാനി നന്മമരം ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നന്മമരം കളിക്കുക. ഈ നെവിൻ പോയതിന് അവിടെ അനുമോൾ എന്ത് ചെയ്തു? അനുമോളും ജിസയിലും തമ്മിലായിരുന്നു പ്രശ്നം. അതിലിടപെട്ടിട്ട് അവൻ സ്വയം ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതാ. അതിന് ഈ അപ്പാനി എന്തൊക്കെയാ പറയുന്നേ? ഈ അപ്പാനിയുടെ ഗെയിം പ്ലാൻ കേട്ടായിരുന്നോ? വഴക്കുണ്ടാക്കിയിട്ട് അനുമോളെ കൊണ്ട് രണയെ അങ്ങ് തല്ലിക്കുക. അതാകുമ്പം അവൾ പോവല്ലോ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ രണ വന്ന് കയറിയപ്പോഴുള്ള ഒരു പുഴു എന്ന് പറഞ്ഞാൽ ചൊറിയും പുഴു. അതാണ് രണ. ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ടൊരു സ്ക്രീൻ പേസ് ഇല്ല, സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് അനുമോളുടെ പിറകെ നടന്നിട്ട് ചൊറിഞ്ഞങ്ങ് കണ്ടന്റ് ഉണ്ടാക്കുക. ആദ്യം ഒനിലിൻ്റെ പിറകെ ആയിരുന്നു. ഒനിൽ ബോഡി പുല്ലേന്ന് വിളിച്ച് നന്നായിട്ട് അങ്ങ് ആട്ടി വിട്ടപ്പോൾ ഇപ്പം അനുമോളുടെ പിറകെയായി. എങ്ങനെങ്കിലൊക്കെ വഴക്കുണ്ടാക്കണം. ഇതാണ് ഇപ്പം ഈ 4 പേരുടെയും ലക്ഷ്യം. പിന്നെ ജിസൈൽ, അതിനെ ഞാൻ വിട്ടതാ. അത് നന്നാവാനൊന്നും പോകുന്നില്ല. ആര് പറഞ്ഞല്ലോ, അവളുടെ ഒരു റൂള്, അവളുടെ ഇഷ്ടം. അതുകൊണ്ട് ഞാനത് വിട്ടതാ. ബാക്കി 3 എണ്ണം, ഈ ജിസൈലിൻ്റെ പാവാടത്തുമ്പം പിടിച്ച് നടക്കുന്ന 3 എണ്ണം പണി ഇതേ ജിസൈൽ വഴി എപ്പോഴെങ്കിലൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ നീയൊക്കെ പഠിക്കത്തുള്ളൂ. മനസ്സിലായോ? എല്ലാ പ്രശ്നങ്ങൾക്കും അനുമോളുടെ തലയിൽ കൊണ്ടിട്ടിട്ട് അവളെ അങ്ങ് ഹറാസ്മെൻറ്റ് ചെയ്യുക. ഇതാണ് ഇപ്പം ഈ 3-4 ആൾക്കാരുടെ ഗെയിം. അല്ലാണ്ട് സ്വന്തമായിട്ട് ഗെയിമൊന്നുമില്ല. അനുമോളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക, അനുമോളെ എങ്ങനെയും പുറത്താക്കുക, അവളെ മാക്സിമം ഹറാസ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ വഴക്കുണ്ടാക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ ഗെയിം. ഇന്ന് പിന്നെ നിവിൻ പോയതോടുകൂടി ആ ഗെയിം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ എല്ലാ ചാൻസും ഉണ്ട്. ആദിലയുടെ നോറയുടെ അടുത്ത് ഇവരെ മുട്ടാൻ പോകുന്നില്ല കേട്ടോ. പേടിയായിപ്പോയെന്ന് തോന്നുന്നു. അവളെ നന്നായിട്ട് തിരിച്ച് പറഞ്ഞ് തുടങ്ങിയപ്പോഴേ പേടിയായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. കണ്ടറിയാം എന്തൊക്കെ നടക്കുന്നുള്ളത്. ശരി എന്നാൽ.